സമയം ഇപ്പോൾ രാവിലെ 6 മണിയുണ്ട് കേട്ടോ. ഞാൻ ഉറക്കമെല്ലാം എണീറ്റു. അങ്ങനെ ഉമ്മറത്ത് നാല് തുറന്ന് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ അകത്ത് ഉണ്ണിയുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചു പോയി നോക്കിയപ്പോൾ ദേ അങ്ങനെ എണീറ്റിരിക്കണ്. അങ്ങനെ നല്ല കരച്ചിലായി. പിന്നെ കുറച്ച് നേരം എടുത്ത് പാലെല്ലാം കൊടുത്ത് അങ്ങനെ കിടത്തി ഇറക്കിയിട്ടാ വീണ്ടും. പിന്നെ ഞാൻ ചായ വയ്ക്കാൻ നോക്കുകയാണ്. മക്കൾക്ക് രണ്ടാൾക്കും പാല് വേണം കേട്ടോ. അവർക്കുള്ള പാല് മാറ്റി പിന്നെ ഞാൻ എനിക്കുള്ള ചായ വെച്ചു. ആ ചായപ്പൊടിയിലിട്ട് അതെല്ലാം ഇറക്കി വെച്ചു കേട്ടോ. കുറച്ച് പുട്ടിൻ്റെ പൊടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കുറച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള നാളികേരം ഉടയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം ഉടച്ച് അതെല്ലാം ചിരകി എടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നാളികേരം ആ പൊടിയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഞാനത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലായിട്ട് വെച്ച് വേവിക്കണത്. കുറച്ച് പൊടിയിലുള്ളത് കൊണ്ടാണ്. പിന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിയെല്ലാം കഴുകിയിട്ടു കേട്ടോ. ചോറങ്ങനെ തിളച്ചു. അപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാറും ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ വെച്ച പുട്ട് ആയിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒരു പാത്രത്തേക്ക് പകർത്തിയെടുത്തിട്ട് മക്കൾക്കത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ദേ സ്കൂളിൽ പോകാൻ രണ്ടാളും റെഡിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാം കഴിച്ചു കേട്ടോ. പുട്ടും പഴവും കൂടി കഴിച്ചത്. പിന്നെ ചായ പാലെല്ലാം കുടിച്ച് അവരാണ് കഴിച്ച് റെഡിയായി. അങ്ങനെ സ്കൂളിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഏട്ടൻ്റെ അനിയനെ കൊണ്ടാക്കണത്. അങ്ങനെ വണ്ടിയിലെല്ലാം കയറി അങ്ങനെ ഉണ്ണിക്ക് ടാറ്റയെല്ലാം പറഞ്ഞിട്ട് അവർ പോയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.